ഹായ് ഓൾ, ഈദ് മുബാറക്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവരുടെയും പെരുന്നാളൊക്കെ? നമ്മൾ പെരുന്നാൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ. അതിനുശേഷം നമ്മുടെ കുളിക്കലും എല്ലാം കഴിഞ്ഞ് ഇവിടെ സെറ്റായിട്ടിരിക്കുകയാണ്. അപ്പോൾ രാവിലെ മുതലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഓരോന്നായിട്ട് കാണിച്ചു തരാം. എനിവേ നമ്മുടെ അയൽവക്കന് മെസ്സി കുപ്പായാണ് വീട്ടിൽ നിന്ന് ഇടാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. വിഷുവിനും അയ്മോനും ഒരെത്താത്താക്കും സെയിം ഡ്രസ്സ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വലിയ വിശേഷങ്ങളൊന്നുമില്ല, നമുക്ക് ഒരു കുഞ്ഞു പെരുന്നാൾ. ഓക്കെ, പേരിൽ വലിയ പെരുന്നാളാണെങ്കിലും നമ്മളെ സംബന്ധിച്ച് ഇത് കുഞ്ഞു പെരുന്നാളാണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞു പെരുന്നാളിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കിയാലോ. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ചിക്കൻ ഫ്രൈഡ് ബിരിയാണിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ബിരിയാണിക്കുള്ള ചിക്കനൊക്കെ നമ്മൾ തലേ ദിവസം തന്നെ മസാല പുരട്ടി വെച്ചിനല്ലോ. അപ്പോൾ രാവിലെ തന്നെ അതൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. ഈയിടെ ഇൻസ്റ്റയിലൊക്കെ വൈറലായിട്ടുള്ള ഒരു ബിരിയാണി ഉണ്ടല്ലോ, അപ്പോൾ അതാണ് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. നമ്മൾ ഒനിയനൊക്കെ ഫ്രൈ ചെയ്തിട്ടുണ്ടാക്കുന്ന ബിരിയാണി അതന്നെ. അപ്പോൾ ചിക്കൻ ഒന്ന് ജസ്റ്റ് ആദ്യം ഒന്ന് എയർ ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച്. എനിക്കാണെങ്കിൽ ഈ ഒരു ദിവസം ഒട്ടും സുഖമില്ലായിരുന്നു. അതായത് നല്ല തലവേദനയും പിന്നെ ജലദോഷവും എല്ലാം കൂടെ ഒത്തു വന്നിട്ടുള്ളൊരു ഗംഭീര ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് എനിക്ക് നല്ലോണം ഉണ്ട്. പിന്നെ പെരുന്നാളല്ലേ, നമ്മൾ ആക്റ്റീവ് ആകാണ്ടിരിക്കാൻ പറ്റൂല, എല്ലാ ദിവസത്തെയും പോലെയല്ല. എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും പറയും ഫുഡ് വേണമെങ്കിൽ പുറത്തുനിന്ന് കൊണ്ടുവരാന്ന് കേട്ടോ പെരുന്നാൾക്ക്. അതിപ്പോൾ ചെറിയ പെരുന്നാൾക്കും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ എനിക്കെന്തോ ഇങ്ങനത്തെ പ്രത്യേക ദിവസങ്ങളിലൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഫുഡ് ഉണ്ടാക്കുന്നതിനോടാണ് താല്പര്യം. ആ ഒരു ഒറ്റ കാര്യത്തിൽ ഞാൻ പക്ക തള്ള വൈബാണ്. എനിവേ നമ്മൾ ഫുഡൊക്കെ സെറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ബിരിയാണിക്കുള്ള റൈസ് ഉണ്ടല്ലോ, അത് കുക്കറിലാണ് നമ്മൾ ആക്കിയെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ അതങ്ങോട്ട് സെറ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വെള്ളമൊക്കെ അവിടെ ആക്കി വെച്ചിട്ടുണ്ട്. ദെൻ നമ്മൾ അരിയൊക്കെ കഴുകി സെറ്റാക്കുവാണ്. ഈദ് വ്ളോഗ് പെരുന്നാൾ കഴിഞ്ഞ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ബട്ട് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വയ്യാത്തതുകൊണ്ട് എൻ്റെ വീട്ടിൽ പോയിട്ട് 2 ദിവസം ഞാൻ നല്ല ഉഷാറായിട്ട് തന്നെ റെസ്റ്റ് ചെയ്ത് അതിന് ശേഷമാണ് ഞാൻ ഓക്കെ ആയത് കേട്ടോ. ആർക്കായാലും അവനവൻ്റെ ഹെൽത്താണ് മുഖ്യം. സോ ഈ ഒരു വ്ളോഗ് ഡിലേ ആയതിൽ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. ചിക്കൻ ഒരു ഭാഗത്ത് എയർ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ റൈസും കുക്കറിലാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതൊക്കെ അങ്ങോട്ട് ആയിക്കോളും. അന്നേരം നമ്മൾ തലേ ദിവസം ഉള്ളി ജസ്റ്റ് ഇങ്ങനെ തൊലിച്ച് വെച്ചിട്ടുള്ളതിനു കട്ട് ചെയ്തിട്ടൊന്നുമില്ലേനെ. അപ്പോൾ ഞാൻ വേഗം അതങ്ങോട്ട് കട്ട് ചെയ്യാമെന്ന് വെച്ച്. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ പിന്നെ നിഷു റെഡിയാക്കി തന്നിനല്ലോ, അതുകൊണ്ട് പിന്നെ അതിൻ്റെ കാര്യത്തിൽ ടെൻഷനില്ല. അപ്പോൾ അത്തരം ഐറ്റംസൊക്കെ ഞാൻ രാവിലെ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിന്. അതാണ് ഈ ടേബിളും ഇങ്ങനെ പരന്ന് നിരന്ന് കിടക്കുന്നത്. തൈരും പാലും പായസത്തിനുള്ള പാലും അങ്ങനത്തെ എല്ലാ ഐറ്റംസും എടുത്ത് ഒരൊറ്റ തുറക്കൽ തന്നെ എല്ലാം എടുത്ത് പുറത്തേക്ക് വെച്ചിനു കേട്ടോ. 2 വിസിൽ അതിനകം തന്നെ നമ്മുടെ ചോറൊക്കെ അത് അവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരുപാട് വേവാൻ പാടില്ലല്ലോ. അപ്പോൾ ഞാൻ എയർ പുറത്തേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നേ. അതിന് ശേഷം അതാ ഓപ്പൺ ചെയ്തിട്ട് നല്ല നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ റൈസ്. നമ്മൾ ബിരിയാണി വെക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു ചോറിൻ്റെ വേവ് തന്നെയാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ചിക്കനും തന്നെ ഫസ്റ്റ് ട്രിപ്പ് ആയ സ്ഥിതിക്ക് ഇതാ സെക്കൻഡ് ട്രിപ്പ് അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്തവണ നമ്മൾ പുറത്തേക്കൊന്നും ഇറങ്ങിയിട്ടില്ല ഫുഡ് ഉണ്ടാക്കാൻ. ചെറിയ പെരുന്നാൾക്ക് നമ്മൾ പുറത്ത് വിറകടുപ്പിലേനും ഉണ്ടാക്കിയിട്ടത്. ഇത്തവണ നമ്മൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലേ ഫുഡ് ഉണ്ടാക്കണുള്ളൂ. കഴിഞ്ഞ പെരുന്നാൾക്ക് തന്നെ കുറേ ഉണ്ടാക്കി വെച്ച് എന്നാറ്റ് ആരും വന്നതുമില്ല പോയതുമില്ല എന്നുള്ള അവസ്ഥയായിരുന്നു. സോ നമ്മൾ ഇത്തവണ അതൊക്കെ മുന്നിൽ കണ്ടിട്ട് കുറച്ച് ഫുഡേ ഉണ്ടാക്കണുള്ളൂ. പിന്നെ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു ഞാൻ എന്തായാലും പോകും, പെരുന്നാൾക്ക് തന്നെ വൈകുന്നേരം പോകും എന്നുള്ളത്. പെരുന്നാൾ നിസ്കാരം രാവിലെ 7 മണിക്കാണ് കേട്ടോ. സോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികളൊക്കെ എൻ്റെ ഹസ്ബൻഡാണ് ചെയ്ത് തീർത്തത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യാനില്ല, ജസ്റ്റ് ഇതൊക്കെ ഒന്ന് എടുത്ത് ചൂടാക്കാനുള്ളൂ. പത്തിരിയും ചിക്കൻ കറിയൊക്കെ ഓൾറെഡി നമ്മൾ തലേ ദിവസം തന്നെ ഉണ്ടാക്കിനല്ലോ. അപ്പോൾ അതിക്ക് ചായയൊക്കെ സെറ്റാക്കി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് തന്ന്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഇൻസ്റ്റയിൽ ഈ അടുത്ത് വൈറലായിട്ടുള്ളൊരു ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതിലേക്ക് ഒനിയനൊക്കെ ഫ്രൈ ചെയ്യണം. സോ അതൊക്കെ അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കുവാണേ. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ലൈക്ക് ഒരു വെറൈറ്റി ഫ്ലേവർ. നമ്മളെപ്പോഴും ഇങ്ങനെ ഒരേ ഫ്ലേവറിൽ ബിരിയാണി ഇത് കഴിച്ചാൽ പോരല്ലോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെറൈറ്റിയൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും. നമുക്കിഷ്ടമായി കേട്ടോ. അതായത് ഇങ്ങനെ നമ്മളെന്നും കഴിക്കണേന്നും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫ്ലേവർ ആയിരുന്നു. ഈ സമയം കുട്ടികളൊന്നും നീച്ചിട്ടില്ല കേട്ടോ, നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ അതാ ഹസ്ബൻഡ് പള്ളിക്കൊക്കെ പോകാൻ നിൽക്കുകയാണ്. അയ്യോ, പിന്നെ അതാ ബിരിയാണിക്കുള്ള മസാലയൊക്കെ അങ്ങോട്ട് സെറ്റാക്കി എടുക്കുവാണേ. നമ്മൾ തക്കാളിയും അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും തൈരും
അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടല്ലോ, നമ്മൾ സാധാരണ ബിരിയാണിയിലോട്ട് ചേർക്കുന്ന ഐറ്റംസ് അതൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു സ്പെഷ്യലായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ഒനിയനാണ്. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്തതിന് ശേഷം ഇതൊക്കെ അങ്ങോട്ട് സെറ്റാക്കി എടുക്കുകയാണ് കേട്ടോ. എയർ ഫ്രൈ ചെയ്ത ചിക്കനും കൂടെ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ചിക്കന് ഇതിൽ കിടന്നിട്ട് ഇങ്ങോട്ട് ഒന്നും കൂടെ ഉഷാറാവട്ടെ. വെളിച്ചെണ്ണയിലേറ്റത് കിടന്ന് മുങ്ങാനും പാടില്ല, എന്നാൽ കുറച്ചൊക്കെ വെളിച്ചെണ്ണൻ്റെ ചോയയും വേണം. അങ്ങനെയായിരുന്നു കേട്ടോ. ഐബുട്ടൻ ഇന്ന് എന്തെയാവോ നീച്ചു വന്നപ്പോൾ തന്നെ നല്ല സങ്കടത്തിലാണ്, കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാനിത് ജസ്റ്റ് സിമ്മിലോട്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ചിക്കൻ അതിൽ കിടന്നിട്ട് ഇങ്ങനെ സെറ്റ് ആവണം എന്നുള്ളത്. എന്നിട്ട് പോയിട്ട് ഐബുട്ടനൊക്കെ ഒന്ന് ഉഷാറാക്കിയിട്ട് ഒരു 10-15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടാണ് വീണ്ടും നമ്മൾ കിച്ചണിലോട്ട് ഇറങ്ങിയത് കേട്ടോ. അപ്പോഴേക്ക് മസാലയൊക്കെ അങ്ങോട്ട് സെറ്റ് ആയിട്ടുണ്ട്. ദെൻ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് ഉണ്ടല്ലോ, അത് ഞാനൊരു തട്ടിക്ക് മാറ്റീന്. അതായത് കുക്കറിൽ തന്നെ അത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ചോറ് വേറിപ്പോകും. ഇനി നമുക്ക് ബിരിയാണിയൊക്കെ ഒന്ന് ദം ചെയ്തെടുക്കണം. അപ്പോൾ അതിൻ്റെ ആ ഒരു അലങ്കോലപ്പണികളാണ് ഇനി ചെയ്യാൻ പോണത് കേട്ടോ. അപ്പോൾ മുന്തിരി നല്ലോണം കറുത്തതല്ല, ലൈക്ക് കറുത്ത മുന്തിരിയാണ് ഗൈസ്. അതായത് എൻ്റെ ഹസ്ബൻഡ് അങ്ങ് മഹാരാഷ്ട്രയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ നല്ല കറുത്ത മുന്തിരിയാണ് കേട്ടോ, അല്ലാതെ കരിഞ്ഞു പോയതല്ല. അപ്പോൾ അതൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ അതൊക്കെ ഒന്ന് ദം ചെയ്തെടുക്കുകയാണ്. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഫുഡൊക്കെ അവിടെ സെറ്റായിട്ടുണ്ടല്ലോ, ഈ നിരന്ന് കിടക്കുന്ന പാത്രങ്ങളൊക്കെ അങ്ങോട്ട് കഴുകി വൃത്തിയാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കോംപ്ലിക്കേറ്റഡ് ടാസ്ക് തന്നെ ഇക്കാര്യം. അതായത് ഫുഡ് ഉണ്ടാക്കാൻ അത്ര സീനൊന്നുമില്ല, ഇതൊക്കെ റെഡിയാക്കാനാണ് പണി. അപ്പോൾ ഞാനിതവിടെ കുറച്ച് പായസം കൂടെ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നിഷുവിനാണെങ്കിൽ സേമിയ പായസം ഭയങ്കര ഇഷ്ടമാണ്. എനിക്കാണെങ്കിൽ ചെറുപയർ പരിപ്പുണ്ടല്ലോ, ആ പായസമാണ് ഇഷ്ടം. അപ്പോൾ അതിൻ്റെ വീട്ടിലുണ്ടാക്കണുണ്ട് എന്ന് പറഞ്ഞ്. അപ്പോൾ പിന്നെ നിഷുവിൻ്റെ വീട്ടിൽ നിഷുവിൻ്റെ ഇഷ്ടപ്പെട്ട പായസം ഉണ്ടാക്കണ്ടേ. അപ്പോൾ നമ്മൾ സേമിയ പായസമാണ് സെറ്റാക്കിയത് കേട്ടോ. ഇതിലോട്ട് നമ്മൾ ആ കറുത്ത മുതിര തന്നെ ആഡ് ചെയ്ത് കൊടുത്തത്. ഇതിങ്ങനെ ശർക്കരൻ്റെ കളർ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പഞ്ചസാര അല്ല ആഡ് ചെയ്തത്, ശർക്കരയാണ്. എൻ്റെ ഹസ്ബൻഡിന് പഞ്ചസാര മധുരം പറ്റൂല, ശർക്കര മധുരമാണ് ഇഷ്ടം. അപ്പോൾ നമ്മൾ എല്ലാവരെയും കൂടെ പരിഗണിച്ചിട്ടാണ് ഇവിടെ ഫുഡ് ഉണ്ടാക്കൽ. പെരുന്നാൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് അതായത് പള്ളി കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ചോറൊക്കെ കുത്തണം എന്നേനു പ്ലാന്. സോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൽ പെൻഡിങ് ആണ്. അപ്പോൾ പിന്നെ വേഗം അതങ്ങോട്ട് കഴിക്കാമെന്ന് വെച്ചേ, എന്നാലല്ലേ നമുക്ക് കുളിക്കാനും നനക്കാനും ബാക്കിയുള്ള ക്ലീനിങ്ങിനൊക്കെ പറ്റത്തുള്ളൂ. ആങ്ങളെയും പെങ്ങളും ട്വിന്നിങ് ആണ്. ഇത്തവണ വീട്ടിൽ നിന്ന് ഇടുന്ന ഡ്രസ്സായാലും ശരി, ഇനിയിപ്പോൾ നമ്മുടെ പെരുന്നാൾ ഡ്രസ്സായാലും ശരി, രണ്ടാളും സെയിം ഒരുപോലത്തേതാണ് കേട്ടോ. ഇവിടുത്തെ ഫസ്റ്റ് പ്രയോറിറ്റി ഐബുട്ടനാണ് എന്ന് ഓന് മനസ്സിലായിക്കണത് തോന്നുന്നു. ഓന് ഭയങ്കര കുറുമ്പാണ്. പിന്നെ എൻ്റെ കുളിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ദം ചെയ്യാൻ വെച്ചിരുന്നല്ലോ റൈസ്, അപ്പോൾ അതിപ്പോഴും പൊട്ടിച്ചിട്ടില്ല. അതൊക്കെ പൊട്ടിച്ച് അങ്ങോട്ട് സെറ്റാക്കി വെക്കുകയാണ്. എന്നിട്ട് നമ്മൾ മസാല വേറെയും റൈസ് വേറെയും ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഒനിയന് ഫ്രൈ ആക്കിയിട്ടുള്ളൊരു ബിരിയാണിയാണ് വെക്കണമെന്നുണ്ടെങ്കിലും ലൈക്ക് ആ ഒരു കരിഞ്ഞ ചോയ ഉണ്ടല്ലോ, അതൊരിക്കലും വരില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ ട്രൈ ആക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ആക്കി നോക്കി. ഇതിൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പി ഒന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഇൻഷാ അല്ലാ ഇനി എപ്പോഴെങ്കിലും നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യട്ടോ. അങ്ങനെയാണെങ്കിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെസിപ്പിക്ക് എടുത്തിട്ട് അത് പ്രത്യേക വീഡിയോ ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യാം. പെരുന്നാൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം നമ്മളെല്ലാവരും കൂടെ ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിച്ച്, എത്രയൊക്കെ കുഞ്ഞു പെരുന്നാളാണ് എന്ന് പറഞ്ഞാലും നമുക്കിതും സ്പെഷ്യൽ തന്നെയാണ്. ബിക്കോസ് പുതിയ വീട്ടിലെ ആദ്യത്തെ വലിയ പെരുന്നാളാണ്. ഇതേ സന്തോഷത്തോടെ തന്നെ ഇനിയും ഒരുപാട് പെരുന്നാൾ കൂടാൻ പഠിച്ചോ നമുക്ക് ഭാഗ്യം തരട്ടെ. എൻ്റെ മാക്സി ആണെങ്കിൽ സ്റ്റിച്ച് ചെയ്തത് ശരിയായിട്ടില്ല കേട്ടോ, ഭയങ്കര ലൂസാണ്. അപ്പം എനിക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു ഡിസ്കംഫേർട്ട് ഉണ്ട്. ഒന്നാമത് എനിക്കാണെങ്കിൽ വലിയ സുഖമൊന്നുമില്ല. പിന്നെ പെരുന്നാളും കൂടിയല്ലേ, പെരുന്നാൾ ദിവസം ഒരേറെ സങ്കടയിക്കാരം. അതെന്താന്ന് നമ്മൾ അറിയണവർക്ക് എന്തായാലും മനസ്സിലാക്കാൻ പറ്റും. സഹിക്കാൻ കഴിയാത്ത തലവേദന ആയതുകൊണ്ട് തന്നെ എവിടേക്കും പോകാൻ തോന്നിയില്ല കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അവിടെ അങ്ങോട്ട് കിടന്ന്, പിന്നെ പ്രത്യേകിച്ച് വലിയ പരിപാടികളൊന്നും ഇല്ലേന്. എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിൽ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പള്ളിക്കൊക്കെ പോയി. ഈ ഉള്ളിയത്തിൻ്റെ പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ നമുക്കിങ്ങനെ വൈകുന്നേരമായി തുടങ്ങിയപ്പോഴേക്ക് അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ ആയിട്ട് ഇങ്ങനെ കുറേ ഇറച്ചിപ്പൊതികളൊക്കെ കിട്ടാൻ തുടങ്ങി. ഇവർ കന്നിനിറക്കലും വേറുള്ളതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ കുറച്ച് ബോട്ടിങ് കൊണ്ടതിന് വന്നിട്ടുണ്ട്. കുറച്ചല്ല, ഒരു പോത്തിൻ്റെ കംപ്ലീറ്റ് ബോട്ടി ഉണ്ട് എന്ന് തോന്നുന്നത്. എന്തായാലും ഇത്തവണത്തെ ഞങ്ങളെ വലിയൊരുനാൾ ഈ ബോട്ടി കൊണ്ടുപോയി. ബോട്ടി നന്നാക്കണ ഈ ഒരു സ്റ്റാർട്ടിങ് സീന് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇതിലെൻ്റെ ഹസ്ബൻഡിനെ കാണാൻ പറ്റുള്ളൂ. പിന്നെ ഞാനും ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 3 മണിക്ക് തുടങ്ങിയിട്ടുള്ള ഈ ഒരു നന്നാക്കൽ കഴിഞ്ഞപ്പോഴേക്ക് മഗ്‌രിബിൻ്റെ ബാങ്ക് കൊടുത്തിട്ടുണ്ടായിന്. ബോട്ടി ഞാൻ കഴിക്കൂല കേട്ടോ, പക്ഷേ ഇത് നന്നാക്കണോണ്ട് എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. അതിലങ്ങനത്തെ പ്രത്യേകിച്ച് വലിയ അറപ്പൊന്നും തോന്നലില്ല. കഴിക്കൂല, അത്ര മാത്രമേ ഉള്ളൂ. ബോട്ടി നന്നാക്കലും കൂടെ കഴിഞ്ഞപ്പോഴേക്ക് എൻ്റെ തലവേദനയും ജലദോഷവും ഒക്കെ ഒന്നും കൂടെ ഉഷാറായിട്ടുണ്ടായിന്. അതിൽ കൂടെ നല്ല മഴയും പെയ്തു.
എന്തായാലും എത്ര നേരം വൈകിയാലും നിങ്ങൾക്ക് പോവൽ നിർബന്ധമാണ് എന്ന് ഞാൻ പറഞ്ഞ് അങ്ങനെ നമ്മളെല്ലാവരും മാറ്റി ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ കറക്റ്റായിട്ട് നല്ല നല്ല ഫോട്ടോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഒന്നാമത് നമ്മൾ നല്ല ടയേർഡായിരുന്നു, പിന്നെ രാത്രി ആയല്ലോ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു. പെരുന്നാൾ ദിവസം ആയതുകൊണ്ട് തന്നെ ഇമ്മമ്മ കുട്ടികളെയും കാത്ത് നിൽക്കുകയാണ് കേട്ടോ, നിഷുവിനെയും ഐബുട്ടനെയും. എന്താ വരാത്തതെന്ന് അപ്പോൾ നിരാശപ്പെടുത്തണ്ടെന്ന് കരുതിയിട്ട് രാത്രി അയക്കണമെന്നുണ്ടെങ്കിലും നമ്മൾ അവിടെ പോയിട്ട് പുല്ലൂർക്ക് പോവാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ നമ്മൾ തറവാട്ടിലെത്തിയിട്ടുണ്ട്. അന്നേരം എൻ്റെ നാത്തൂനും കുട്ടികളൊക്കെ അവിടെ എത്തിയിട്ടുണ്ടായിന്. ഇസുട്ടനും ഇളച്ചിയൊക്കെ പോയിട്ടും ഉണ്ടായിരുന്നു കേട്ടോ. ഒരു കൂട്ടർ വരുന്നു, ഒരു കൂട്ടർ പോകുന്നു. പെരുന്നാൾക്ക് ഇത് പതിവാണല്ലോ എല്ലായിടത്തും. ഐബുട്ടനാണെങ്കിൽ ഓലൊക്കെ കണ്ട പെരുന്നാൾ പൊലിവിലായിരുന്നേ. പിന്നെ നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച്, ഇനിയിപ്പോൾ അവിടുന്ന് ഫുഡ് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് ഭയങ്കര സീനായിക്കാരം. രാവിലെ നിന്നതാണ്, നിന്നിട്ടില്ല. ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്ക് ഏകദേശം ഒരു 8-9 മണിയൊക്കെ എങ്ങാണ്ടായി കാണും. പിന്നെ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, എങ്ങനെയെങ്കിലും പെട്ടെന്ന് തന്നെ പുല്ലൂർക്ക് എത്തുക എന്നുള്ളത്. എല്ലാ അമ്മമാരും മക്കളെയും കാത്ത് വീട്ടിലേക്കാരും നിൽക്കുക. എൻ്റെ അമ്മക്ക് അതിനൊന്നും നേരമില്ല കേട്ടോ. അതിൻ്റെ മുന്നേ നേരത്തെ കാലത്ത് തന്നെ അതാ പോയിട്ട് ഇവിടെ സ്ഥലം പിടിച്ചിട്ടുണ്ട്. അപ്പം അമ്മച്ചിനെയൊക്കെ കണ്ട് ഉമ്മൻ്റെ ഖബറൊക്കെ സന്ദർശിച്ചതിന് ശേഷം ആണ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോയത്. അങ്ങനെ താഴത്തേക്കൊന്നും ഇറങ്ങിയില്ല, താഴത്തേക്ക് എൻ്റെ ഹസ്ബൻഡ് മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. രാത്രി ആയതുകൊണ്ട് ആ ഒരു പേടിയുണ്ട്, കുട്ടീനെയും കൂട്ടിയിട്ടല്ല നമ്മൾ പോണത്. പിന്നെ അതാ നമ്മൾ നേരെ വീട്ടിലെത്തി. മൈൻഡ് ഫുള്ള് എന്താ പറയുക, ആകെ തകിടം മറിഞ്ഞ് നിൽക്കേനെ. അപ്പോൾ പിന്നെ ഞാൻ ഇവിടുന്ന് അങ്ങനെ കൂടുതൽ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. ഫുഡ് കഴിക്കണതും ഒന്നും എടുത്തില്ല. ആകെ മൊത്തം ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊന്നും മൊത്തത്തിലൊരു സുഖമില്ലാത്ത ദിവസമായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വലിയ പെരുന്നാൾ വിശേഷങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. കൂട്ടത്തിൽ നിങ്ങളുടെ പെരുന്നാൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്നും പറയണേ. അപ്പോൾ ഇൻഷാ അല്ലാ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.